ശരിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് മുമ്പുള്ള ഒരു സംഭവമായിരുന്നു അതോ ഒരു 4-5 വർഷം കൊണ്ട് പുതുതായിട്ട് വന്നതാണോ ഡിജിറ്റൽ മാർക്കറ്റിംഗ്? ഹേ, വെൽക്കം ബാക്ക് ടു DM ഫൗണ്ടേഷൻ സീരീസ് എപ്പിസോഡ് 2. ദിസ് റൈസ് കപൂർ ഫ്രം ഡെക്സ്റ്റാ അക്കാദമി. ഞാൻ 7 വർഷമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിലുള്ള ഒരു എക്സ്പേർട്ടാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഹിസ്റ്ററിയെ കുറിച്ചിട്ടാണ്. ശരിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് പുതുതായിട്ട് ഈ ഒരു ചെറിയ പീരീഡിൽ വന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ല. 1990കളിൽ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസുകളില്ല, ശരിക്കും വെബ്സൈറ്റുകളുടെ ഒക്കെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വെബ്സൈറ്റ് ബാനറുകളിലാണ് അന്ന് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇംപ്ലിമെന്റ് ചെയ്ത് വന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് 2000ത്തിന്റെ തുടക്കത്തോടെയാണ് ഗൂഗിളും സെർച്ച് എഞ്ചിനും ഒക്കെ കൂടുതൽ യൂസ്ഫുൾ ആയി തുടങ്ങിയത്. അപ്പോൾ അവിടെ ഗൂഗിൾ ആഡ്സുകളും സെർച്ച് എഞ്ചിൻ ഓപ്റ്റിമൈസേഷൻ പ്രോസസ്സുകളും എല്ലാം കൂടി വന്നു. അത് കഴിഞ്ഞ് 2010 കൂടിയിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസുകൾ എമർജിംഗ് ആയിട്ട് വന്നു തുടങ്ങി. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ട്വിറ്റർ, ഇതുപോലെ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസുകൾ എമർജിംഗ് ആയിട്ട് വന്നതോട് കൂടിയിട്ട് തന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗും അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗും ആ ഒരു സമയം നല്ല രീതിയിൽ ബൂമിംഗ് പീരീഡ് കിട്ടി. അത് കഴിഞ്ഞ് 2020 മുതലാണ് ഇന്റഗ്രേറ്റഡ് പേഴ്സണലൈസ്ഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വന്നു തുടങ്ങിയത്. ഇങ്ങനെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഓരോ പോയിന്റുകളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനിയുള്ള ഈ ഒരു സീരീസിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. സോ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈൻ ആയിട്ടും പഠിക്കാൻ താല്പര്യമുണ്ടോ? ദെൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് ഞങ്ങളെ കണക്ട് ചെയ്യാവുന്നതാണ്.